സാനിയോ, ഈ അവസരം നൽകാമെന്ന് പറഞ്ഞു വിളിച്ച പ്രൊഡ്യൂസർ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റ് അമൃതയുടെ വെളിപ്പെടുത്തൽ. ഒരുപാട് പരാതികൾ ഇപ്പോൾ ഇനി തുടർച്ചയായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമൃത പരാതി നൽകുമോ? അമൃത പരാതി നൽകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു ദിവസമാണ് നിർമ്മാതാവ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഷൈജു എന്ന് പറയുന്നയാൾ വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത് അപർണ ബാലമുരളി, അതുപോലെ ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ എന്നിവർ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഒരു ചാൻസ് ഉണ്ട്. അപർണയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി അഭിനയിക്കാനാണ് ചാൻസ്. 8 ദിവസത്തെ ഷെഡ്യൂളാണ് ചെയ്തിരുന്നത്. അതിൽ 2,40,000 രൂപ നൽകാമെന്നും പറഞ്ഞു. 50,000 രൂപ അഡ്വാൻസായി നൽകാമെന്നും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാന ഘട്ടത്തിലാണ് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയത്. എന്ത് തരം അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് അമൃത ചോദിച്ചപ്പോൾ, നിങ്ങൾക്കറിയില്ലേ മലയാള സിനിമയിൽ പല അഡ്ജസ്റ്റ്മെന്റുകളും ഇല്ലേ, അത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ, ബെഡ് ഷെയർ ചെയ്യാനടക്കമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടിവരും എന്നാണ് ഈ ഷൈജു എന്ന് പറയുന്നയാൾ പറഞ്ഞത്. അപ്പോൾ തന്നെ അമൃത അത് നിഷേധിക്കുകയായിരുന്നു. തനിക്ക് അത്തരം വേഷങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിൻവാങ്ങുകയായിരുന്നു. മാത്രമല്ല, അന്ന് അവർക്കിത് പരാതിപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് സമൂഹത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും, തനിക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് കിട്ടുമോ തുടങ്ങിയ ആശങ്കകൾ കാരണം പ്രതികരിക്കാനായില്ല. സോഷ്യൽ മീഡിയയിൽ എഴുതണമെന്ന് കരുതിയിരുന്നെങ്കിലും അതും നടന്നില്ല. പക്ഷേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും കൂടുതൽ ആളുകൾ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരികയും ചെയ്ത സാഹചര്യത്തിലാണ് തനിക്ക് ഇതൊരു പൊതുസമൂഹം അറിയേണ്ട വിഷയമാണെന്ന് തോന്നിയത് എന്ന് അമൃത പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകുന്നത് സംബന്ധിച്ച് കൂടുതൽ ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് അമൃത പറയുന്നത്. ശരി, സാനിയോ മരൂബിയാണ് വിവരങ്ങൾ നൽകിയത്.